റീസ്റ്റാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയാണ് അല്ലേ. വൈജ്ഞാനിക പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചും വ്യവഹാരവാദത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓരോ വക്താക്കളുടെയും പഠന സങ്കല്പത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമഗ്രതാവാദമാണ് കേട്ടോ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സമഗ്രതാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് എന്നത് ജർമ്മൻ വാക്കാണ് കേട്ടോ. രൂപം അല്ലെങ്കിൽ ആകൃതി, ഇതാണ് ഗസ്റ്റാൾട്ടിന്റെ മീനിങ്. ഗസ്റ്റാൾട്ടിന്റെ അർത്ഥം എന്താണ്? രൂപം അല്ലെങ്കിൽ ആകൃതി. സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രാധാന്യം. അപ്പോൾ സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രാധാന്യം. ഓക്കെ, ഇനി ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കൊഫ്ക. ആരൊക്കെയാണ്? മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കൊഫ്ക. ഇവരാണ് സമഗ്രതാവാദികൾ. ഓക്കെ, ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സ്ഥാപകനാണ് മാക്സ് വെർത്തിമർ കേട്ടോ. മാക്സ് വെർത്തിമർ ആണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സ്ഥാപകൻ. ഹൈ ഫിനോമിനൻ എന്ന ആശയം ആരുടെയാണ്? മാക്സ് വെർത്തിമറുടെയാണ് കേട്ടോ. മാക്സ് വെർത്തിമറുടെ ആശയമാണ് ഹൈ ഫിനോമിനൻ. ഓക്കെ, ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ നമുക്കൊരു പരീക്ഷണത്തെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. സുൽത്താൻ എന്ന ചിമ്പാൻസി, അത് ആരുടെയാണ്? ഓർമ്മയുണ്ടോ? കൊഹ്ലർ ആണ് അല്ലേ. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത് കൊഹ്ലർ ആണ്. നമുക്ക് ആ പരീക്ഷണം ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തോളൂ. എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഘട്ടത്തിൽ സുൽത്താൻ എന്ന ചിമ്പാൻസി എന്ത് ചെയ്തു? കൂട്ടിനുള്ളിലാക്കി അവിടെ ഒരു വാഴപ്പഴം കെട്ടിത്തൂക്കി വെച്ചു, ഒരു വടി കൂടെ വെച്ചു അല്ലേ. പക്ഷെ അതിന് വാഴപ്പഴം കയ്യിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഘട്ടത്തിലും എന്ത് ചെയ്തു? വാഴപ്പഴം വെച്ചു, 2 വടി അതിൽ വെച്ചു, അപ്പോഴും വാഴപ്പഴം കയ്യിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു ബോക്സ് കൂടെ അതിന് ഉള്ളിൽ വെച്ചു അല്ലേ. കൂടിനുള്ളിൽ ഒരു ബോക്സ് വെച്ചു, വാഴപ്പഴം കെട്ടിത്തൂക്കി വെച്ചു. അവസാനം ബോക്സിന്റെ മേലെ കയറി ചിമ്പാൻസി എന്ത് ചെയ്തു? ആ വാഴപ്പഴം കയ്യിലാക്കുന്ന ഒരു പരീക്ഷണമാണ് കൊഹ്ലറിന്റെ സുൽത്താൻ ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണം അല്ലേ. നമുക്ക് നോക്കാം. കൊഹ്ലർ പരീക്ഷണം നടത്തിയത് ചിമ്പാൻസിയിലാണ് അല്ലേ. സുൽത്താൻ എന്ന പേരിലുള്ള ചിമ്പാൻസിയിലാണ്. ഉൾക്കാഴ്ചയിലുള്ള പഠനമാണ് ഇവിടെ ഈ ഒരു പരീക്ഷണത്തിലൂടെ തെളിഞ്ഞത്. അതുപോലെ തന്നെ ഈ പഠന സിദ്ധാന്തത്തിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് എന്താണ്? അന്തർദൃഷ്ടിയുടെ വികസനമാണ് കേട്ടോ. അന്തർദൃഷ്ടിയുടെ വികസനമാണ് ഈ പഠന സിദ്ധാന്തത്തിലെ മുഖ്യ ഘടകം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്തർദൃഷ്ടി പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഏതൊക്കെയാണ് ഘട്ടങ്ങളെന്ന് നോക്കാം. പ്രശ്നം തിരിച്ചറിയുക, പ്രശ്നം ഗ്രഹിക്കുക, ആശയങ്ങൾ പരുവപ്പെടുത്തുക, ഒരു പ്രതികരണ രീതി പരീക്ഷിച്ചു നോക്കുക, ഗാഢമായ ശ്രദ്ധ പുലർത്തുക, പെട്ടെന്നുള്ള അന്തർദൃഷ്ടി സാധ്യമാക്കുക, പ്രവർത്തനം ആവർത്തിക്കുക, പ്രവർത്തനം അർത്ഥപൂർണമായി വിഗ്രഹിക്കുക. ഈ ഒരു പരീക്ഷണം ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ആദ്യം ഒരു പ്രശ്നത്തെ തിരിച്ചറിയണം അല്ലേ. പിന്നെ എന്ത് ചെയ്തു? പ്രശ്നം ഗ്രഹിക്കണം. പിന്നെ മൂന്നാമത് ആശയങ്ങൾ പരുവപ്പെടുത്തുക. 4 ഒരു പ്രതികരണ രീതി പരീക്ഷിച്ചു നോക്കുക. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്? ഗാഢമായ ശ്രദ്ധ പുലർത്തുക. 6 പെട്ടെന്നുള്ള അന്തർദൃഷ്ടി സാധ്യമാക്കുക, പ്രവർത്തനം ആവർത്തിക്കുക, പ്രവർത്തനം അർത്ഥപൂർണമായി വിഗ്രഹിക്കുക. ഇതാണ് അന്തർദൃഷ്ടി പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കേട്ടോ. ദെൻ ഗസ്റ്റാൾട്ട് നിയമങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സാമീപ്യ നിയമം. സമീപം എന്നൊക്കെ ഓർത്താൽ മതി. അടുത്തുള്ളവയെ കൂട്ടങ്ങളായി തോന്നുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു നിയമമാണ് എന്ത്? സാമീപ്യ നിയമം. സമീപത്തുള്ളവയെ കൂട്ടങ്ങളായി തോന്നുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ഓക്കെ, അതെങ്ങനെ? ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അടുത്തുള്ളവയെ കൂട്ടങ്ങളായിട്ടല്ലേ കാണുന്നത്. ഇപ്പോൾ ഓരോ സെറ്റ് ആരോ ആയിട്ട് കാണുന്നുണ്ട്, ഓരോ സെറ്റ് ബബിൾസ് ആയിട്ട് കാണുന്നില്ലേ. അതിന് തന്നെയാണ് പറയുന്നത് സാമീപ്യ നിയമം. അടുത്തുള്ളവയെ കൂട്ടങ്ങളായി തോന്നുന്ന ഒരു നിയമമാണ് സാമീപ്യ നിയമം കേട്ടോ. അടുത്തത് സാമ്യതാ നിയമം. സാമ്യത എന്ന വാക്കിൽ തന്നെ ഉണ്ട് സാമ്യം, സെയിം ആയിട്ടുള്ളത് അല്ലേ. ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണുന്നതാണ് സാമ്യതാ നിയമം. എന്താണ്? ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണുന്നതാണ് എന്ത്? സാമ്യതാ നിയമം. ഇപ്പം നിറം ഒരുപോലെ ആവാം, ഷെയ്പ്പ് ഒരുപോലെ ആവാം. ഈ ഒരു ചിത്രത്തിൽ സർക്കിളിൻ്റെ ഒരു കൂട്ടമായിട്ടും ട്രയാങ്കിളിൻ്റെ ഒരു കൂട്ടമായിട്ടും വയലറ്റിൻ്റെ ഒരു കൂട്ടമായിട്ടും ഗ്രീനിൻ്റെ ഒരു കൂട്ടമായിട്ടും അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തന്നെയാണ് സാമ്യതാ നിയമം. ഒരേ രൂപസാദൃശ്യമുള്ളവയെ കൂട്ടങ്ങളായി കാണുന്നു. ഇതിനെയാണ് പറയുന്നത് സാമ്യതാ നിയമം. അപ്പോൾ നിറം ഒരുപോലെ ആവാം, ഷെയ്പ്പ് ഒരുപോലെ ആവാം. ഒരേപോലെയുള്ളതിനെ കൂട്ടങ്ങളായി കാണുന്നതാണ് കേട്ടോ. അടുത്തത് തുടർച്ചാ നിയമം. തുടർച്ചയുടെ രീതിയിൽ കാണുന്നതിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും.
തുടർച്ചയുടെ രീതിയിലാണ് അല്ലേ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടോ? ഇല്ല. ഇതിനെ തന്നെയാണ് പറയുന്നത് തുടർച്ചാ നിയമം. തുടർച്ചയുടെ രീതിയിൽ കാണുന്നതിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അടുത്തത് സമ്പൂർണ്ണ നിയമം. വിടവുകൾ നികത്തി പൂർണ്ണതയുള്ള ദൃശ്യമായി കാണുന്നതിനെയാണ് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ചിത്രം കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ചിത്രത്തിൽ വിടവുകൾ ഉണ്ടല്ലേ, പക്ഷെ നമുക്ക് കാണുമ്പോൾ അതെന്തായിട്ട് തോന്നുന്നത്? ഒരു ത്രികോണമായിട്ടും ഒരു ചതുരമായിട്ടും നമുക്ക് തോന്നുന്നില്ലേ? ഇത് തന്നെയാണ് ഇവിടെ പറയുന്നതും. വിടവുകൾ നികത്തി പൂർണ്ണതയുള്ള ദൃശ്യമായിട്ട് നമുക്ക് തോന്നുന്നതിനെയാണ് സമ്പൂർണ്ണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നിയമമാണ് രൂപപശ്ചാത്തല നിയമം. ഒരു വസ്തുവിനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിവേചിച്ചറിയുന്നു. പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുന്നു. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ബോൾ കൊണ്ട് വെക്കുന്നു, ആ ഒരു സ്ഥലത്ത് വേറെയും കുറേ വസ്തുക്കളുണ്ട്, പക്ഷേ പശ്ചാത്തലത്തിൽ നിന്നും നമുക്ക് അതിനെ വിവേചിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? ആ ബോളിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ ഒരു ബോളിനെ നമുക്ക് വിവേചിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെ തന്നെയാണ് പറയുന്നത് രൂപപശ്ചാത്തല നിയമം എന്ന്. ഓക്കെ, ഒരു വസ്തുവിനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിവേചിച്ചറിയാനായിട്ട് കഴിയുന്നു. ഇതിനെ തന്നെയാണ് പറയുന്നത് രൂപപശ്ചാത്തല നിയമം. ഓക്കെ ആണോ? ഗസ്റ്റാൾട്ട് നിയമങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സമഗ്ര രൂപത്തിൽ നിന്ന് അംശത്തിലേക്ക്, അതായത് മൊത്തത്തിൽ നിന്ന് അംശത്തിലേക്ക്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് സമയോചിത സമീപനം. അതായത് കണ്ടന്റ് മൊത്തത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേര് തന്നെയാണ് സമയോചിത സമീപനം എന്ന് പറയുന്നത്. അഭിപ്രേരണ സൃഷ്ടിക്കൽ. ടീച്ചർക്ക് കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കാനായിട്ട് കഴിയും. അടുത്തത് ധാരണയ്ക്ക് ഊന്നൽ നൽകുന്നു. ധാരണയ്ക്കാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അഞ്ചാമത്തെ പ്രശ്ന നിർദ്ധാരണ സമീപനമാണ് ഗസ്റ്റാൾട്ട് നിയമം എന്ന് പറയുന്നത്. പ്രശ്ന നിർദ്ധാരണ സമീപനം, അതായത് പ്രശ്ന പരിഹരണ സാഹചര്യം ടീച്ചർ ഒരുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗസ്റ്റാൾട്ട് നിയമങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്ന് പറയുന്നത്. സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് സമയോചിത സമീപനമാണ്, അഭിപ്രേരണ സൃഷ്ടിക്കൽ, ധാരണയ്ക്ക് ഊന്നൽ നൽകൽ, അതുപോലെ തന്നെ എന്താണ് പ്രശ്ന നിർദ്ധാരണ സമീപനം. ഇതൊക്കെയാണ് വിദ്യാഭ്യാസപരമായ പ്രസക്തി കേട്ടോ. അടുത്തൊരു PYQ നോക്കാം. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ ബി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ സി ബിഹേവിയറിസം, ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് ബിഹേവിയറിസം. ഏതാണ് ഇതിൽ? പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച, അന്തർദൃഷ്ടി. നമ്മൾ പഠിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ് ഉൾക്കാഴ്ച വരുന്നത് കേട്ടോ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. അടുത്തതും ഒരു PYQ ആണ് കേട്ടോ. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരെന്ത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അടുത്തുള്ള കൂട്ടങ്ങളെ ഒരുമിച്ചിട്ടായിട്ടാണ് അല്ലേ കാണുന്നത്? അടുത്തുള്ള കൂട്ടങ്ങളെ ഒരുമിച്ചായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഇതിന്റെ ആൻസർ എന്താ? ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരെന്താണ്? സാമീപ്യ നിയമം. സമീപത്തുള്ളതിനെ ഒരുപോലെ കാണുന്നത്, അപ്പൊ സാമീപ്യ നിയമമാണ് കേട്ടോ. മൂന്നാമത്തെ PYQ, പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യം പേര് കൊടുത്തത് ആരാണ്? അറിയാമോ? നമ്മൾ നേരത്തെ ഒരു പരീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ചിമ്പാൻസി, സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയില്ലേ? ആരാണ്? കൊഹ്ലറാണ്. ഈ ഒരു പരീക്ഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നൊരു വേർഡാണ് അന്തർദൃഷ്ടി അഥവാ ഉൾക്കാഴ്ച. അപ്പോൾ പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന പേര് ആദ്യമായിട്ട് കൊടുത്തത് ആരാണ്? കൊഹ്ലറാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിന്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്നത് ഏത് സിദ്ധാന്തമാണ്? ഏത് സിദ്ധാന്തമാണ് ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിന്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ് കേട്ടോ. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് SR അനുബന്ധങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തം ഏത്? ഏതാണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തത്തിലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അവരെന്താ പറയുന്നത്? നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് എങ്ങനെയാണ്? SR അനുബന്ധങ്ങളിലൂടെയല്ല, പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധത്തിലൂടെയാണെന്ന് പറയുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വാക്കാണ്. രൂപം, ആകൃതി, അതാണ് ഇതിന്റെ മീനിങ് കേട്ടോ. ഗസ്റ്റാൾട്ടിന്റെ മീനിങ് എന്താണ്? രൂപം, ആകൃതി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, സമഗ്ര രൂപമാണ് അംശത്തേക്കാൾ
പ്രാധാന്യം അല്ലെ. ഇനി സമഗ്രതാവാദികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? മാക്സ് വേർത്തിമർ, കോഹ്ലർ, കൊഫ്ക അല്ലെ. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സ്ഥാപകനാണ് മാക്സ് വേർത്തിമർ. ഹൈ ഫിനോമിനൻ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? മാക്സ് വേർത്തിമർ ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ചിമ്പാൻസി അല്ലെ, പരീക്ഷണം. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത് കോഹ്ലർ ആണ്. ഈ കോഹ്ലർ ആണ് അന്തർദൃഷ്ടി എന്ന ഒരു ടേം നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, പഠിക്കുക. ഓക്കെ.